പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, അല്ല നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. 2 മാസവും 10 ദിവസവും ഭരണം തുടങ്ങുകയും ചെയ്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ക്ലിയറായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് NDAയുടെ പ്രത്യേകിച്ച് BJPയുടെ 3 MLAമാർ കേരള നിയമസഭയിൽ എത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ അവസ്ഥ. കാരണം കേരളത്തിലെ 2 മുന്നണികളും അതിൻ്റെ നേതാക്കളും, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ AK ആൻ്റണി തുടങ്ങിയ അതിൻ്റെ മുകളിലിരിക്കുന്ന നേതാക്കളുടെ വായ അടപ്പിച്ചുകൊണ്ടും, LDFിലെ പ്രത്യേകിച്ച് CPMലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തുടങ്ങി CPI നേതാക്കളും മറ്റും പറഞ്ഞിരുന്ന, ബേബി അഖിലേന്ത്യാ സെക്രട്ടറിയൊക്കെ പറഞ്ഞിരുന്നതിനൊക്കെ വായ അടച്ച് ശീലൊട്ടിച്ചുകൊണ്ടാണ് BJP അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ 2 കക്ഷികളുടെയും കൂട്ടുകളികൾക്ക് ഉത്തരമായിക്കൊണ്ട് തന്നെ 3 MLAമാർ ജയിക്കുകയാണ്. പണ്ട് പാർലമെൻറ്റിൽ ഇതേ അവസ്ഥ നിലനിൽക്കുമ്പോൾ BJP അവിടെയും 3 MPമാരുമായിട്ടാണ് വന്നത്. അതുതന്നെയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായത്. 3 MLA കാണിച്ചു കൊടുത്തു. തീർച്ചയായും ഞെട്ടിയിട്ടുണ്ട്. ഞെട്ടിയതായിട്ട് നടിക്കില്ല. ഞെട്ടിയതായിട്ട് നമ്മൾ നടിക്കാണ്ടിരുന്ന ഒരു കുഴപ്പമുണ്ട് ശരീരത്തിന്, അതെല്ലാവരും മനസ്സിലാക്കിക്കോ. ഈ ഞെട്ട് കാണിക്കാണ്ടിരുന്നാൽ BP കൂടും. അത് വരും ദിനങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോ. എന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. BJPക്ക് 3 MLAമാർ അവിടെ ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി നിയമസഭാ കെട്ടിട സമുച്ചയത്തിൽ BJPയുടെ ഒരു ഓഫീസ് അവിടെ തുറന്നു. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. സത്യത്തിൽ ഇവിടെ വോട്ട് ചെയ്ത BJPയോടൊപ്പം നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും അറിയിക്കേണ്ട ചുമതല ഇത്തരത്തിലൊരു ഓഫീസ് നിയമസഭാ മന്ദിരത്തിൽ BJP തുറന്നിരിക്കുന്നു എന്ന കാര്യം ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അറിയിക്കേണ്ട ഉത്തരവാദിത്തം BJPയുടെ നേതാക്കൾക്കുണ്ട് എന്ന് അവർ സ്വയം മനസ്സിലാക്കുക. അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതവിടെ നിൽക്കട്ടെ. BJPയുടെ മുന്നണിയായ 2020യിലെ ചില വൃത്തികെട്ട കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും പബ്ലിക്കും മറ്റുള്ള ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വർത്താനം പറയാതെ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അതിനു മുന്നേ BJPയിലും ഇത് കേട്ടതാണ്. അതായത് BJPയിൽ കോടികൾ വന്നു, കോടികൾ പൂഴ്ത്തിവെച്ചു, ചാക്കിൽ കെട്ടുകൾ വന്നു, തൃശ്ശൂർ ഓഫീസിൽ വന്നു, അവിടുത്തെ ഓഫീസ് ചാർജുള്ള ആളുടെ പ്രസ്താവന കണ്ടു. അങ്ങനെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ വല്ല അരിച്ചാക്കാണോ? ചാക്ക് കെട്ടുകൾ വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊക്കെ ശക്തമായിട്ട് അതിനുള്ള മറുപടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം BJPയിൽ തന്നെയുള്ളവരാണിത് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. BJP അല്ല വിഷയം. ഇവിടെ 2020ആണ്. 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ NDA മുന്നണിയിലും ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചയുണ്ടായിരുന്നു. അതായത് ഒരു സുപ്രഭാതത്തിൽ NDA മുന്നണിയിലേക്ക് വന്ന ഒരു പാർട്ടിയാണ് ഈ 2020. ആ 2020ക്ക് ആൾമോസ്റ്റ് 20 സീറ്റ് തിരഞ്ഞെടുക്കാൻ സീറ്റ് കൊടുക്കുന്നു BJP. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ കൊടുത്തവർക്കും വാങ്ങിയവർക്കേ അറിയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഈ 2020 അവർക്ക് അവരുടെ തട്ടകം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. ആ എറണാകുളം ജില്ലയിൽ 2-3 പഞ്ചായത്തിൽ അവർ ജയിച്ചിട്ടുണ്ട്. കുന്നത്തുനാട് അസംബ്ലി മണ്ഡലം വളരെ ശക്തമായിട്ട് അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സീറ്റിൽ അവർക്ക് ജയിക്കാനും കഴിയുമെന്ന് ഞാൻ പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിയെ പിടിച്ച്
NDAയുടെ ഘടകകക്ഷിയാക്കുന്നു. 2020 എന്ന പേര് പോലെ ഒരു 20 സീറ്റോളം അവർക്ക് മത്സരിക്കാൻ കൊടുക്കുന്നു, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട്. അവിടെയൊന്നും 2020 ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അവിടുത്തെ പ്രാദേശികമായി വേറെ വല്ലവരെയും ആ പ്രാദേശിക നല്ല വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആ സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഈ റിസൾട്ട് വേറെ ആകുമായിരുന്നു. ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അതായത് ബിഗ് ബോസിൽ കൂടെയാണ് ഈ കഥാപാത്രം നാലാളെ അറിയുന്നത്. ഈ ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവിടെ എന്തെങ്കിലും ഒരു വ്യക്തിത്വമുണ്ടോ, ശരിയുണ്ടോ? എന്തൊക്കെയോ വൃത്തികേടുകളും തട്ടിപ്പും തരികിടയും കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു പേക്കൂത്തല്ലാതെ ബിഗ് ബോസ് വലിയൊരു സംഭവമാണോ? ഓക്കെ, ആ സംഭവമാക്കിക്കോ. ആ സംഭവത്തിൽ പുറത്തു വന്ന ഒരു വ്യക്തി, പേര് അഖിൽ മാരാർ. അദ്ദേഹം 2020 ചേർന്നു ഒരു സീറ്റിൽ മത്സരിക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടു, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഓരോ കഥകൾ വരുന്നത്. അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്, അതായത് ഞാൻ കോൺഗ്രസ്സിൽ സീറ്റിന് വേണ്ടി അവരായിട്ട് സമീപിച്ചു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ഞാൻ ചോദിച്ചതാണ്, അവർ സമ്മതിച്ചില്ല. പിന്നെ CPM-ലും ചോദിച്ചു എന്നോ എന്തോ പറയുന്നുണ്ട്. അവസാനം BJP-യിൽ വന്ന് ചോദിച്ചപ്പോൾ BJP-ക്കാർ 2020 പോയി ചേരാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ച സീറ്റ് കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കര കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എന്തോ ചർച്ചകൾ വന്നപ്പോൾ കൊട്ടാരക്കര സീറ്റ് 2020 അല്ലാതായി. അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച് തൃക്കാക്കരയിൽ സീറ്റ് കൊടുത്തു. തൃക്കാക്കര പറഞ്ഞാൽ 2020 തട്ടകത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു കാരണവശാലും വേറൊരു പാർട്ടിയും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലൊരു സീറ്റ് കിട്ടിയപ്പോൾ എന്തിന് ഈ വ്യക്തി അത് സമ്മതിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ അത് പോട്ടെ, മത്സരിച്ചു, തോറ്റു, ഒക്കെ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നു 5 പൈസ ഈ 2020 പാർട്ടി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു കംപ്ലൈൻറ്റ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ 2020 സീറ്റുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് BJP-യുടെ കേന്ദ്ര കമ്മിറ്റി 10-40-50 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ പൈസ ഒന്നും ഇവർക്ക് ആർക്കും കിട്ടിയില്ല. ഇത്തരത്തിലുള്ളൊരു വളരെ സീരിയസ് ആയ കാര്യങ്ങൾ കൂടി ഈ അഖിൽ മാരാർ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വ്യക്തിയാണ്, നമുക്ക് പക്വതയുണ്ട്, നമുക്ക് കഴിവുണ്ട്. അതൊക്കെ കാരണമാണല്ലോ എല്ലാ പാർട്ടിയും പോയി മുട്ടി നോക്കിയത്, അവസാനം ഈ NDAയിൽ സ്ഥാനാർത്ഥി ആയത്. അവിടെ നമുക്ക് ജയിക്കാൻ കഴിയാത്തൊരു സീറ്റ് തരുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് സ്വന്തം മോട്ടോർ സൈക്കിൾ, ബെൻസ് കാറൊക്കെ വിറ്റു, എൻ്റെ ഫാദർ ക്യാൻസർ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പശ്ചാത്തപിക്കുന്നു. ആ പാർട്ടിയുടെ നേതാവിനെ ചളിവാരി എറിയുന്നു. ഇതൊക്കെ അദ്ദേഹം ആദ്യം നടത്തി. അത് കഴിയുമ്പോഴാണ് ഒറിജിനൽ പാർട്ടിയുടെ നേതാവ് രംഗത്ത് വന്നിട്ടില്ല, രഹസ്യമായിട്ട് പ്രസ്താവന ഇറക്കി. 2020 എല്ലാ സ്ഥാനാർത്ഥികളുടെയും കംപ്ലീറ്റ് ചെലവ് 2020 പാർട്ടിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ആ നേതാവ് പറയുന്നു. പാർട്ടിയുടെ പ്രസിഡന്റ്, ചെയർമാൻ പറയുന്നു. അപ്പോൾ ഇനി എന്തുണ്ടാവും? ഈ ന്യൂസ് വന്ന സ്ഥിതിക്ക് ഇനിയും അഖിൽ മാരാർ വേറൊരു ന്യൂസായിട്ട് വരും. ഇത് ശരിയാണോ? ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഒന്ന് ചിന്തിക്കൂ. ഇതിൻ്റെ ഭാരവാഹികൾ, NDA മുന്നണി ഇവിടെ ഭരണത്തിൽ വരേണ്ട ഒരു സംഭവമാണ്. അത് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ശോഭയെ കെടുത്തരുത്. ഇപ്പോൾ നല്ലൊരു ശോഭ, 3 ശോഭകൾ ജയിച്ച് നിയമസഭയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തി ആ
കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് ഈ NDA എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾക്ക് 10 കൊല്ലം വിഡ്ഢിത്തരം പറ്റിയിട്ട് മാറ്റിയതാണ് ഇപ്പോഴുണ്ടായ ഭരണം. അതും വലിയൊരു വിഡ്ഢിത്തരാണെന്ന് ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആകെയുള്ള പ്രതീക്ഷയാണ് ഈ NDA. ആ NDA മോശമാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ചളിവാരി എറിയൽ എത്രയും പെട്ടെന്ന് നിർത്തണം. അതിനുവേണ്ടി അതിൻ്റെ ആരൊക്കെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യിക്കണം എന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അപേക്ഷയാണ് എന്ന് ഈ ബഹുമാന്യരായ ഈ നേതാക്കൾ മനസ്സിലാക്കുക. 1 കോടികളുടെ കണക്കും പറഞ്ഞ് വീണ്ടും ആ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ മത്സരിച്ചവരുടെയോ കംപ്ലൈൻറ്റുകൾ പുറത്തു വരരുത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ പ്രസ്ഥാനത്തിന് തന്നെ മോശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഉത്തരവാദപ്പെട്ട പ്രവർത്തനങ്ങളും ഒരുപാട് പ്രതികരിക്കാനുള്ള സബ്ജക്റ്റുകളിലൂടെയുണ്ട്. അതിലൊന്നും പ്രതികരണങ്ങളോ സമ്മേളനങ്ങളോ വിശദീകരണ യോഗങ്ങളോ കാണുന്നില്ല. കാണുന്നത് ഈ കള്ളത്തരങ്ങളും കച്ചവടങ്ങളും ആയ വിശദീകരണങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ കാണുന്നത്. സ്ഥാനത്തിന് വേണ്ടി 3 MLA അടികൂടി. അതിനെ കളിയാക്കി മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് കേട്ടു. ഇതിനൊന്നും ഇടവരുത്താതെ ഒരു കൂട്ടമായ ഒറ്റക്കെട്ടായ മുന്നേറ്റമാണ് ജനങ്ങൾ ഈ പുതിയ കൂട്ടായ്മയിൽ പ്രതീക്ഷ കൊടുക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുക.